പിന്തുണയും നേതൃത്വം നൽകിയ ബഹുമാനിയായ ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു മാഡത്തിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അടുത്തതായി നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ, സർവീസിൽ നിന്ന് വിരമിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഷാലി ജോൺ മാഡത്തിനും കൂടി നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോഴേക്ക് ഇരുന്നോ, എഴുന്നേക്ക്. പവർച്ചുള്ളവരോ തോന്നുന്നു. ബഹുമാനിയ അസിസ്റ്റന്റ് ഡയറക്ടർ റിസർച്ച് ഓഫീസറും കൂടി ആയിട്ടുള്ള ഷാലി മാഡത്തിന് കൈ ഉയർന്ന് കാണുന്നില്ല. ഫോട്ടോയിൽ കൈ ഉയർന്ന് കിട്ടണം. അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഫോട്ടോ ആയിട്ട് ഇത് മാറണം. ക്യാമറമാൻ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും സഹകരിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റിട്ടയർമെന്റ് ഫലകം കൊടുക്കുക. മനസ്സിലായോ? ഇരിക്കും. നമ്മുടെ എല്ലാ വിശിഷ്ടാതിഥികളോടും വേദിയിലേക്ക് കയറുവാൻ അഭ്യർത്ഥിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സിന്ധു മാഡത്തിനോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ചായ കിട്ടിയോ? ചായ വടയും കിട്ടിയോ? പെട്ടെന്ന് കുടിച്ചാൽ പായസം ഉണ്ട്, വേഗം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾക്ക് ഏറ്റവും VHSE NSSന്റെ ഏറ്റവും വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണിന്ന്. ഡയറക്ടറേറ്റ് തല അവാർഡുകൾ വിതരണം ചെയ്യുന്ന ദിവസം. ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂൾ യൂണിറ്റുകൾക്കും പ്രോഗ്രാം ഓഫീസർമാർക്കും അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച NSS യൂണിറ്റുകളെയും അഭിനന്ദിക്കുന്നു. ഇവിടെ മുൻ പ്രാസംഗികരെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ യൂണിറ്റുകളുടെയും പ്രവർത്തനം ഒന്നിനൊന്ന് മെച്ചമാണ്. അതിൽ നിന്നും ഏറ്റവും നല്ലത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാം വളരെ കൃത്യമായി പരിശോധിച്ചാണ് ഓരോരുത്തരെയും ഈ സമ്മാനത്തിനായിട്ട് അല്ലെങ്കിൽ ഈ അവാർഡിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ നിങ്ങളെല്ലാവരും പലവണ കേട്ടതാണ്, എന്നിരുന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും, അതായത് കോവിഡിന്റെ കാലത്തായാലും പ്രളയത്തിന്റെ കാലത്തായാലും ഇപ്പോൾ വയനാട്ടിലെ വെള്ളാർമലയിലെ സ്കൂളിലും ചുറ്റുപാടും മുണ്ടക്കയിലൊക്കെ ഉണ്ടായ ആ പ്രളയ ദുരിതത്തിന്റെ ഉരുൾപൊട്ടലിന്റെ സമയത്താണേലും VHSE NSS എന്നും മുൻപന്തിയിലാണുള്ളത്. വെള്ളാർമല സ്കൂള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടുന്ന ഒരു ഹൈസ്കൂളാണ് വെള്ളാർമല സ്കൂള്. ആ സ്കൂള് ഏതാണ്ട് അതിന്റെ ഒരു 3/4 പങ്കും നശിച്ചു തന്നെ പോയി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഓഫീസും അതിനു ചുറ്റുമുള്ള റൂമുകളിലെല്ലാം ഏകദേശം ഒരാൾ പൊക്കത്തിൽ കൂടുതൽ മണ്ണ് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ആ സ്കൂളിൽ നേരിട്ട് പോയി സന്ദർശിച്ചതാണ്. ഞാൻ ആ സംഭവം നടന്ന സമയത്ത് നമ്മുടെ പ്രിയങ്കരനായ സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ രഞ്ജിത്തിനോട് പറഞ്ഞു, രഞ്ജിത്തെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിച്ചു. കാരണം ആ കുട്ടികളുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ ഓഫീസിലെ സാധനങ്ങൾ മൊത്തവും നശിച്ചു പോയി. രഞ്ജിത്ത് പറഞ്ഞ മറുപടി, മാഡം എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് നമ്മുടെ പ്രിയങ്കരനായ സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്ററിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് മിക്കവാറും അബ്ദുള്ള സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ NSS ഇല്ലാത്തത്. VHSEയില് ഭൂരിഭാഗം സ്കൂളുകളിലും 98% സ്കൂളുകളിൽ തന്നെ NSSന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ എല്ലാം വളരെ മികച്ച പ്രോജക്റ്റുകളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാം പ്രവർത്തിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിലെ 56 വയസ്സാകുമ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകണം. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ആലോചിക്കുകയായിരുന്നു എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ അവാർഡ് ദാന ചടങ്ങിലാണ് ഇന്ന് സംബന്ധിക്കുന്നതെന്ന്. അപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് രഞ്ജിത്ത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൂടി ഒരുക്കിയിരിക്കുന്നത്. അതിനും പ്രത്യേകമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു മൊമെന്റ് ഒക്കെ നൽകി ആദരിച്ചതിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇനി നിങ്ങളിപ്പോൾ +2 സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ ഡിഗ്രി തലത്തിൽ സ്കൂളുകളിൽ നിന്ന് മാറി ഡിഗ്രി തലത്തിൽ കോളേജുകളിൽ പോകുമ്പോഴും ഇത്തരം NSS ഉള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഇവിടെ പ്രോഗ്രാം കോർഡിനേറ്റർമാരായിട്ട് പ്രോഗ്രാം ഓഫീസർമാരായിട്ട് പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും നിങ്ങൾക്ക് ഇനിയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ നമ്മുടെ ജില്ലാ കോർഡിനേറ്റർമാരുണ്ട്, PSC മെമ്പർമാര്, റീജിയണൽ കോർഡിനേറ്റർമാര്, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.